ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനമാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ബൈബിളിലെ 62-ാമത്തെയും പുതിയ നിയമത്തിൽ 23-ാമത്തെയും പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം. യോഹന്നാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ആകെ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപ്പാട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം എബ്രായ ലേഖനം പോലെ എഴുത്തുകാരൻ്റെ പേരും ആർക്കെഴുതി എന്നും രേഖപ്പെടുത്താത്ത ഒരു പുസ്തകമാണ്. എന്നാൽ തികച്ചും വ്യക്തിപരവും വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതുമായ ഒരു ലേഖനമാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം. 1-ാം ലേഖനത്തിൻ്റെ ആദ്യത്തെ 3-4 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഞങ്ങൾ, നിങ്ങൾ എന്ന പ്രയോഗം പല പ്രാവശ്യം ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ആഴമായ ഒരു വ്യക്തിബന്ധത്തെയാണല്ലോ കാണിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് വായിച്ചോളൂ. ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടോ, ഇങ്ങനെ താവോട്ട് വായിച്ചാൽ നിങ്ങൾ എന്നുള്ള പ്രയോഗം. അപ്പോൾ വളരെ ആത്മാർത്ഥമായ ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്ന 2 ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്ന രീതി പെട്ടെന്ന് ഈ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണല്ലോ. അപ്പോൾ ആഴമായ വ്യക്തിബന്ധത്തെയാണ് ഈ പ്രയോഗങ്ങൾ കാണിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. എഫേസോസിന് ചുറ്റുമുള്ള സഭകൾക്ക് യോഹന്നാൻ അപ്പോസ്തലൻ അയച്ച ഒരു സർക്കുലർ ലെറ്ററായിട്ടാണ് സഭാപിതാക്കന്മാർ ഈ ലേഖനത്തെ കാണുന്നത്. ഈ ലേഖനത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ അന്തസത്ത ഊട്ടി ഉറപ്പിക്കുന്നതിനും ലോകത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ദുരുപദേശത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും യഥാർത്ഥ വിശ്വാസികൾ ദുരുപദേശങ്ങൾ ഒഴിഞ്ഞിരിക്കണം എന്ന് ഓർപ്പിക്കുന്നതിനുമാണ് ഈ ലേഖനം യോഹന്നാൻ രചിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദുഷിച്ചതും ജാതികീയ വിശ്വാസങ്ങൾ ഇടകലർന്നതുമായ നവീന ചിന്താഗതികൾ സഭയിൽ വളർന്ന് വന്നുകൊണ്ടിരുന്നു. സഭയിലും സഭയ്ക്ക് പുറത്തും വളർന്ന് വന്നുകൊണ്ടിരുന്നു. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ലേഖനം. വയോവൃദ്ധനായ യോഹന്നാൻ അപ്പോസ്തലൻ ഏതാണ്ട് AD 90 എഫെസോസിൽ നിന്ന് സകല ക്രിസ്ത്യാനികൾക്കുമായിട്ടാണ് ഈ ലേഖനം രചിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യോഹന്നാൻ യെരുശലേം കേന്ദ്രമാക്കി ആണ് തൻ്റെ സുവിശേഷ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം ഓർത്തിരിക്കണം. യേശുവിൻ്റെ അമ്മ മറിയയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം യേശു യോഹന്നാനെ ആണല്ലോ ഏൽപ്പിച്ചിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. മറിയയുടെ മരണവും യെരുശലേമിൻ്റെ നാശവും സംഭവിച്ച ശേഷം അദ്ദേഹം യെരുശലേമിൽ നിന്ന് എഫേസോസിലേക്ക് താമസം മാറ്റി. യോഹന്നാൻ അപ്പോസ്തലൻ താമസം എഫേസോസിലേക്ക് മാറ്റിയത് ഈ പശ്ചാത്തലത്തിലാണ്. എന്തിനാണ് എഫേസോസിലേക്ക് താമസം മാറ്റിയതെന്ന് ചോദിച്ചാൽ, എഫേസോസ് ഭൂമിശാസ്ത്രപരമായും അംഗബലം അല്ലെങ്കിൽ അംഗസംഖ്യാപരമായിട്ടും ക്രൈസ്തവ കേന്ദ്രമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരുന്നു. പ്രായാധിക്യമെത്തിയ യോഹന്നാൻ ജീവിത അന്ത്യം വരെ പിന്നീട് എഫേസോസിലാണ് തുടർന്ന് താമസിച്ചിട്ടുള്ളത്. അവിടെ വെച്ചാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപ്പാട്, ഈ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം രചിക്കുന്നത്. ഇദ്ദേഹം ഈ സ്ഥലത്തിങ്ങനെ എഫെസോസിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ചില ശിഷ്യന്മാരുടെ പേരുകൾ ഓർക്കുന്നത് നല്ലതാണ്. സ്മുർണയിലെ ബിഷപ്പ് അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്ന പോളികാർപ്പ്, ഹിയരപ്പൊലിയിലെ ബിഷപ്പ് അല്ലെങ്കിൽ അധ്യക്ഷനായിരുന്ന പാപ്പിയാസ്, അന്ത്യോക്യയിലെ അധ്യക്ഷനായിരുന്ന ഇഗ്നേഷ്യസ്. ഇവരൊക്കെ യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു, യോഹന്നാൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. അവരെല്ലാം യോഹന്നാൻ അപ്പോസ്തലനിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ലേഖനം എഴുതിയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസം ലോകത്തിൽ പ്രചരിച്ചിട്ട് യോഹന്നാൻ്റെ സമയം ആയപ്പോഴേക്ക് ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞു. ക്രിസ്തീയ വിശ്വാസം ആളുകൾ ആചരിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയിട്ട് ഈ ലേഖനം രചിച്ചത് ഏതാണ്ട് AD 90 പറഞ്ഞല്ലോ. ആ കാലഘട്ടമായപ്പോൾ അരനൂറ്റാണ്ട് കഴിഞ്ഞു. ഏതാണ്ട് 60-70 വർഷം പഴക്കമായി ക്രിസ്ത്യാനിറ്റിക്ക്. റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്തു വിശ്വാസം അതിശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എന്നാൽ ആനുകാലിക ചിന്തകൾ ക്രിസ്തു വിശ്വാസവുമായി കൂട്ടിച്ചേർത്ത് പുതിയ ചിന്താധാരകൾ
ധാരാളം ഉടലെടുത്തു. ഒരു പുതിയ ചിന്താധാരയാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം വന്നത്. അതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റ് ധാരാളം ചിന്തകൾ കൂടി വന്നു. യഹൂദ മതത്തിലെ ജാതീയ മതാചാരങ്ങളിലെ ഒക്കെ പല തത്വങ്ങളും ചിന്താധാരകളും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർത്ത് സമന്വയിപ്പിക്കാം എന്ന ധാരണയുണ്ടായി. അങ്ങനെ അത് പടരാൻ തുടങ്ങിയപ്പോൾ സുവിശേഷത്തിൽ ധാരാളം തെറ്റുകളും ഉപദേശ പ്രശ്നങ്ങളും ദുരുപദേശങ്ങളും ഒക്കെ തലപൊക്കി. തൽഫലമായി വിശ്വാസത്യാഗം സംഭവിച്ചു. ആ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പ്രമുഖ സ്ഥാനം എടുത്തിരുന്നത് ജ്ഞാനവാദികളായ നോസ്റ്റിസിസം എന്ന് പറയുന്ന ചിന്താഗതിയായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുക. അവർക്ക് ആണ് യഥാർത്ഥത്തിലുള്ള ആത്മീയതയും ജ്ഞാനവും ഒക്കെ ഉള്ളത് എന്ന് അവർ വാദിച്ചു. അവർ യേശുവിൻ്റെ ദൈവത്വവും യേശുവിൻ്റെ മനുഷ്യാവതാരവും നിഷേധിച്ചു. ഈ ജ്ഞാനവാദികളുടെ നേതാവ് സെറിന്തസ് എന്ന പേരുള്ള ഒരാളായിരുന്നു. ഈ ദുരുപദേശത്തെ തിരിച്ചറിയണം, ഇത് ദുരുപദേശമാണെന്നുള്ളത് തിരിച്ചറിയണം എന്ന് യോഹന്നാന് അതീവ ആഗ്രഹം. ജനങ്ങളെല്ലാം, വിശ്വാസികളെല്ലാം അത് തിരിച്ചറിയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. യേശു ദൈവപുത്രനാണ്, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് യേശു എന്ന് സ്ഥാപിക്കുവാനും ദുരുപദേശങ്ങളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുവാനുമായിട്ടാണ് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയത്. യോഹന്നാൻ്റെ സമീപനം, അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവജ്ഞാനം ജീവിത രൂപാന്തരത്തിലേക്ക് നമ്മളെ നയിക്കണം. കുറച്ച് ജ്ഞാനം നമുക്കുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ജ്ഞാനം നമ്മളെ ജീവിത രൂപാന്തരത്തിലേക്ക് നയിക്കണം. അതിന് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മഹത്വം ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ യേശുവുമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെട്ട ഒരാളാണ്. ഓർക്കണം, ഈ കാലഘട്ടമായപ്പോൾ മറ്റ് അപ്പോസ്തലന്മാരൊക്കെ യവനികയ്ക്ക് അപ്പുറത്തേക്കായി, അവരൊക്കെ മരിച്ച് മൺമറഞ്ഞുപോയി. അപ്പോസ്തലനായ യോഹന്നാൻ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ കേട്ടുകേൾവി അറിവ് മാത്രമേ ഉള്ളൂ യേശുവിനെക്കുറിച്ച്. അതുകൊണ്ടാണ് 1-2 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണെങ്കിൽ, 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടത്. അപ്പം ഇതൊന്നും ഒരു കെട്ടുകഥയല്ല. ഇത് ഒരു വെറുതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല എന്ന് വ്യക്തമാക്കുകയാണ്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചു കേട്ടാലോ? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. ഞങ്ങളുടെ കൈ തൊട്ടതുമായ, നമ്മൾ ഈ കാര്യം പഠിച്ചപ്പോൾ ജീവന്റെ വചനം എന്നുള്ളതിന് യേശുക്രിസ്തു എന്ന് പറയാം എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയി നിങ്ങൾ 1 യോഹന്നാൻ്റെ ക്ലാസ്സുകൾ വിശദമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അങ്ങനെ തന്നെ വായിപ്പിച്ചിട്ടുണ്ട്. ജീവൻ്റെ വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു വചനം ജഡമായി തീർന്നതാണല്ലോ. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ കൈ തൊട്ടു, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു, എന്നിട്ട് പറഞ്ഞു ജീവൻ പ്രത്യക്ഷമായി, അല്ലെങ്കിൽ യേശു പ്രത്യക്ഷനായി, ജീവൻ അല്ലെങ്കിൽ യേശു പ്രത്യക്ഷനായി, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ, അപ്പോൾ പിതാവും പുത്രനും, ഇത് പുത്രനായ ദൈവം തന്നെയാണ്. അവൻ നിത്യജീവനായിട്ടാണ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അത് ഞങ്ങൾ അനുഭവിച്ചു. ഈ ലേഖനം അവസാനിക്കുമ്പോൾ അവൻ സത്യദൈവവും നിത്യജീവനും എന്ന് യോഹന്നാൻ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് 4-ാം അധ്യായത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യോഹന്നാൻ തൻ്റെ അനുവാചകരോട് അതിശക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ, ആരെങ്കിലും എന്തെങ്കിലും ആശയങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് വെച്ച് ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. അതെങ്ങനെ അറിയാം എന്നും അവിടെ പറയുന്നുണ്ട്. നമുക്ക് ആ 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അത് ഈ കള്ളപ്രവാചകന്മാർ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ദുരുപദേശം പറയുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഒക്കെ ഒന്നുകൂടെ വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവേൻ. ഇനി എങ്ങനെയാണ് ശോധന ചെയ്ത് ഉത്തരം കണ്ടെത്തേണ്ടതെന്നുള്ള അടുത്ത വാക്യത്തിലുണ്ട്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. എന്താ അതിന്റെ അർത്ഥം? യേശുക്രിസ്തു ജഡത്തിൽ വന്ന ദൈവമാണ് എന്ന് സ്വീകരിക്കുന്ന. അപ്പോൾ സ്വീകരിക്കാത്ത
സെറിന്തസിൻ്റെ അനുയായികളായ ജ്ഞാനവാദികൾ അല്ലെങ്കിൽ നോസ്റ്റിസിസത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അത് ദൈവിക ആത്മാവല്ല, ദൈവത്തിൻ്റെ ആലോചന അല്ല എന്ന് യോഹന്നാൻ അസന്നിഗ്ധമായിട്ട് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ലേഖനം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വിശ്വാസികളുടെ ജ്ഞാനം എന്ന് പറയുന്നത് യുക്തിയിൽ നിന്ന് വരുന്നതല്ല. ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വാസികളുടെ ജ്ഞാനം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്, യുക്തിയിൽ നിന്ന് വരുന്നതല്ല. കാരണം യുക്തി പലർക്കും പലതരത്തിലാണ്. എന്നാൽ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം വ്യത്യസ്തമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിക്കട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം വെളിച്ചമാകുന്നു എന്ന് തുടങ്ങുന്ന ആ വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കുക, എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു, ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന കണ്ടോ ദൂതാകുന്നു. ഒന്നുകൂടെ വായിച്ച്, ഞങ്ങൾ അവനോട് കേട്ടു. ആ സെന്റൻസ് മുഴുവനായിട്ടൊന്ന് വായിച്ചോളൂ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ടു, നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാണെന്ന് ഞാനിരുന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ചതല്ലെന്ന്, ഞാൻ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതല്ല. എൻ്റെ ഡേറ്റർ പാർട്ട് കണ്ടോ, 2-ാം ഭാഗം കണ്ടോ, അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്നതാണ്. ഇതാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. അത് യുക്തിയിൽ തോന്നുന്നതല്ല, അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങളല്ല. 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അവിടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു, സകലവും അറിയുന്നു. സകലവും. അപ്പം പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് അറിയുന്നത്, അല്ലാതെ പഠിച്ച് യുക്തി ഉപയോഗിച്ചിട്ട് റാഷണലൈസ് ചെയ്തിട്ടല്ല കാര്യങ്ങൾ അറിയുന്നത്. കാരണം യേശുവിനെ പോലെ ജഡാവതാരം ചെയ്ത ദൈവങ്ങൾ വേറെ ഇല്ലാത്തത് കൊണ്ട് യുക്തി വെച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരാളില്ലല്ലോ എന്നേ തോന്നുകയുള്ളൂ. ഇല്ല, ആരുമില്ല. യേശുവിന് തുല്യം വേറെ ആരും ഇല്ല. ലേഖനങ്ങളൊക്കെ അത് അതിശക്തമായിട്ട് സമർത്ഥിക്കുന്നുണ്ടല്ലോ. 27-ാം വാക്യം കൂടെ വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം കൂടെ വായിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പൊ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ ജ്ഞാനം യുക്തിയിൽ നിന്ന് വരുന്നതല്ല, ജ്ഞാനവാദത്തിൽ നിന്ന് വരുന്നതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അതിനാണ് യേശു പറഞ്ഞത്, ഞാൻ പോയാൽ കാര്യസ്ഥനെ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും, അവൻ യേശുവിനെ മഹത്വപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞത്. ആ വെളിപ്പാടിനാലുള്ള ദൈവജ്ഞാനം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ യേശു ആരാണ് എന്ന് നമുക്ക്, അല്ലാതെ ലാബിൽ കൊണ്ടുപോയി യേശുവിനെ തെളിയിക്കാനൊക്കെയല്ല, അല്ലേ? ഒരു ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് യേശുവിനെ പരിശോധിച്ചിട്ട് ദൈവമാണോ മനുഷ്യനാണോ എന്ന് വെച്ചാൽ, പൂർണ്ണ മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവുമാണ്. അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമല്ല, ഗവേഷണം കൊണ്ട് കണ്ടുപിടിക്കാവുന്നതല്ല. ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തരണം. അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അതുകൊണ്ട് ഈ ജ്ഞാനവാദികളുടെ വിജ്ഞാന കുത്തക തകർക്കാനായിട്ട് യോഹന്നാൻ ഈ ലേഖനം നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ, അറിയുക എന്നുള്ള പദം 39 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. 5 അധ്യായങ്ങളുള്ള ഈ ചെറിയ ലേഖനത്തിൽ 39 times he uses the term know. അറിയുക എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ ജ്ഞാനം എന്താണെന്ന് അറിയുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും എന്നൊരു പ്രയോഗമുണ്ട്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമുക്കിപ്പോൾ ഇതിനെ നമ്മൾ ആത്മവൽക്കരിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട്, ഈ ജ്ഞാനവാദികളൊക്കെ പറയുന്നത് ഞങ്ങൾ അവനെ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. അവനെ ശരിക്കും ഞങ്ങൾക്ക് അറിയാവുന്നതെന്നാണ് പറയുന്നത്, അല്ലേ? അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും, വായിച്ചാട്ടെ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഈ ജ്ഞാനവാദികൾ അവൻ പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിത രൂപാന്തരം വരുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, യഥാർത്ഥ ജ്ഞാനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. അല്ലാതെ അറിവായിട്ട് അക്കാഡമിക്സ് ആയിട്ട് കുറേ പുസ്തകങ്ങളിൽ ലാബോറട്ടറികളിൽ ഇരിക്കുന്ന ജ്ഞാനമല്ല ക്രിസ്തീയ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ തന്നെയാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം. അപ്പൊ അവനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നടന്നതുപോലെ നമ്മൾ നടക്കും, അവന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കും. അതുകൊണ്ട് ഈ ചെറിയ പുസ്തകം, ഈ ചെറിയ ലേഖനം നമ്മൾ വായിക്കുകയാണെങ്കിൽ, യേശു ദൈവപുത്രൻ എന്നീ ലേഖനത്തിൽ 21 പ്രാവശ്യം ആവർത്തിച്ച്
യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ സാമ്പിളായിട്ട് ചില വാക്യങ്ങൾ മാത്രം വായിപ്പിക്കാം. 21 നമ്മളിപ്പോൾ കാണിക്കാൻ സമയം എടുക്കുന്നില്ല. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന് പറയും. കൂട്ടായ്മയെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. പുത്രനായ യേശു ക്രിസ്തു. 7-ാം വാക്യത്തിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. ഇവിടെ എല്ലാം അവന്റെ പുത്രനായ യേശു, അവന്റെ പുത്രനായ യേശു. 2-ാം അധ്യായത്തിന്റെ 2:23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കാനോ അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. പുത്രനെ സ്വീകരിക്കുന്നവന് വായിച്ചോളൂ. പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. പുത്രൻ, പിതാവ്, പുത്രൻ, ഇത് ആവർത്തിച്ചു വരിക. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. 21 പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ, ദൈവം കണ്ടോ തന്റെ ഏകജാതനായ പുത്രനെ. 4:15 യേശു ദൈവപുത്രൻ. യേശു ദൈവപുത്രൻ എന്ന്. 5:5 ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്താണ് ആ വിശ്വാസം? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ. ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 അധ്യായങ്ങളിൽ 10-21 പ്രാവശ്യം യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ. എന്തിനാണ്? ഇത് കേട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വെളിപ്പാടുണ്ടാകണം. യേശു ആരാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ വെളിപ്പാട്. അപ്പൊ പിതാവായ ദൈവത്തെക്കുറിച്ചോ, പിതാവായ ദൈവത്തെക്കുറിച്ചും അവൻ പിതാവായ ദൈവമാണെന്ന് 12 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് പിതാവിനോട് കൂടെ ഇരുന്നു. അപ്പോൾ പുത്രനും പിതാവും. പുത്രൻ വേണമെങ്കിൽ ഇന്ന് ആര് വേണം? പിതാവ് വേണം. നിത്യപിതാവ്, നിത്യപുത്രൻ. പിതാവിനോട് കൂടെ ഇരുന്ന്. പിതാവിനോട് കൂടെ ഇരുന്ന്. 2:1 നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. വീണ്ടും നമ്മൾ 2-ാം അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങളൊക്കെ വായിച്ചത് ഓർക്കുകയാണെങ്കിൽ പിതാവും പുത്രനും അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ 23 മാത്രം വായിക്കാം. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. അപ്പൊ പിതാവും പുത്രനും കണ്ടോ, പിതാവുണ്ട്, പുത്രനുണ്ട്. പിതാവിന്റെ ഏകജാതനായ പുത്രനാണ് യേശുക്രിസ്തു. ഇത് നമുക്ക് ഗവേഷണം ചെയ്ത് യുക്തിപരമായിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകേണ്ട ഒരു വെളിപ്പാടാണ് എന്ന് യോഹന്നാൻ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ യേശു നമ്മൾ യോഹന്നാൻ ഇങ്ങനെയൊക്കെ പറയാൻ എന്താണ് അവകാശം എന്നാരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ യേശുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിൽ ഒരാൾ ആരായിരുന്നു? യോഹന്നാൻ അപ്പോസ്തലൻ ആയിരുന്നു. 3 വർഷം യോഹന്നാൻ യേശുവിനോട് കൂടെ നടന്നു. അതിൽ കൂടുതൽ പരിചയമുണ്ട്. കാരണം ഇവര് ബന്ധുക്കളായിരുന്നു. ബന്ധുക്കൾ എന്നുള്ള നിലയിൽ കാര്യങ്ങളൊക്കെ പഠിക്കുക, കസിൻസ്. ആ നിലയിൽ ചെറുപ്പം മുതലേ യേശുവിനെ അറിയാം. എന്നാൽ ശിഷ്യനായിട്ട് മാറിയതിന് ശേഷം 3 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നു. യേശുവിൻ്റെ ഉപദേശങ്ങൾ കേട്ടു. യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടു. അവസാന അത്താഴത്തിൽ യേശുവിൻ്റെ കൂടെ പങ്കെടുത്തു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്നു. ആ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ക്രൂശീകരണ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അമ്മയെ യോഹന്നാനെയാണ് ഏൽപ്പിച്ചത്. ഇങ്ങനെ ഇത്ര അടുത്ത, അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ കണ്ടു, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങളുടെ കൈ തൊട്ടു എന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞതല്ല. ഇതെല്ലാം താൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും അടുത്ത യേശുവിനെ അറിഞ്ഞ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു യഥാർത്ഥവാനാണ്. ഈസ് എ റിയൽ പേഴ്സൺ, അല്ലേ? ഈസ് എ റിയാലിറ്റി, നോട്ട് എ ഫാൻറ്റം. ഒരു മനോരഥ സൃഷ്ടിയല്ല, ഒരു സ്വപ്നമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശു എത്ര യഥാർത്ഥവാനാണെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് കേട്ടോ. പലർക്കും ഇതൊരു മനോരഥ സൃഷ്ടി, ഒരു ഫാൻറ്റം, അല്ലെങ്കിൽ ഒരു സ്വപ്നം, ഇങ്ങനെയൊക്കെ ഒരാളുണ്ടായിരുന്നിരിക്കാം എന്ന് ചിന്തിക്കുകയല്ല. ഉണ്ട്. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ അതുപോലെ തന്നെ ഇന്നും ഉണ്ട്. കാരണം അവൻ ദൈവമാണ്, അവൻ ദൈവപുത്രനാണ്. അതുകൊണ്ട് യോഹന്നാന് അതേക്കുറിച്ച് യാതൊരു സംശയവും ഇല്ല. അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും കൂട്ടായ്മയും സൗഹൃദവും എല്ലാം യേശുവുമായിട്ട് പങ്കിട്ടതാണ്. 3-4 കൊല്ലം യേശുവുമായിട്ട് ഈ തരത്തിൽ അടുത്ത ഇടപെട്ട അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പങ്കുവെക്കുന്നത്. ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ അനുഭവിച്ചതെല്ലാം നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനായിട്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ താൻ അനുഭവിച്ച കാര്യങ്ങളാണ്, അല്ലാതെ താനിരുന്ന് പഠിച്ചിട്ട്
ഒരു ബൈബിൾ കോളേജിൽ ഇരുന്ന് പഠിച്ചിട്ട് ഒരു ലബോറട്ടറിയിൽ പോയി എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ഞാൻ നേരിട്ട് യേശുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ യേശുവുമായിട്ടൊരു വ്യക്തിബന്ധത്തിൽ വരാം എന്നുള്ളത് സ്ഥാപിക്കുന്നതിന് 12 അധ്യായങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പല ആളുകൾ ഈ യേശു ക്രിസ്തുവുമായിട്ടൊരു വ്യക്തിബന്ധത്തിൽ വന്നു, എനിക്കും നിങ്ങൾക്കും അങ്ങനെ വരാൻ കഴിയും. സോ ജീസസ് ഈസ് റിയൽ എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് അറിഞ്ഞിരിക്കണം. യോഹന്നാൻ ഏതാണ്ടൊരു പ്രസംഗ രൂപേണയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നിങ്ങളത് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് വിഷയാധിഷ്ഠിതമായിട്ടൊന്നും ഇങ്ങനെ തിരിച്ചൊന്നുമല്ല, ഒരു പ്രസംഗ രൂപേണ എഴുതിയിരിക്കുന്ന ഒരു സന്ദേശമാണ്. വാസ്തവത്തിൽ വളരെ പ്രിയപ്പെട്ട ഒരു ഇടയൻ തൻ്റെ സഭാംഗങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഇടയൻ തൻ്റെ ആടുകൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം, തൻ്റെ പ്രിയ സഭയ്ക്ക് ഒരു ഇടയൻ നൽകുന്ന സ്നേഹ സമ്പന്നമായ ഒരു സന്ദേശമാണ് ഈ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം എന്ന് പറയുന്നത്. അതിൻ്റെ അകക്കാമ്പിലേക്ക് കയറി കാണുന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുള്ള അനേകം ആളുകൾ പറയുന്നത് ദിസ് ഈസ് ദി സാങ്ക്ടം സാങ്ക്ടോറിയം ഓഫ് ന്യൂ ടെസ്റ്റമെൻറ്റ്. പുതിയ നിയമത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് 1 യോഹന്നാൻ്റെ ലേഖനമാണെന്നാണ്. അതിനകത്തോട്ട് കയറിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. 1 യോഹന്നാൻ്റെ ലേഖനം സാങ്ക്ടം സാങ്ക്ടോറിയം, അതിപരിശുദ്ധ സ്ഥലം. അവിടെയാണ് ദേവസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ദൈവം വെളിപ്പെട്ട് വരികയാണ് ചെയ്തത്. ദൈവം, പിതാവായ ദൈവം വെളിപ്പെട്ട് വരുന്നു, പുത്രനായ ദൈവം വെളിപ്പെട്ട് വരുന്നു, പരിശുദ്ധാത്മാവാൻ ദൈവം വെളിപ്പെട്ട് വരുന്നു. അങ്ങനെ ഈ ലേഖനം ഒരു കുടുംബ കൂട്ടായ്മ ലേഖനമാണ്. ഒരു കുടുംബ കൂട്ടായ്മ ലേഖനം എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചതൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ, മൂപ്പന്മാർക്ക് എഴുതിയ ലേഖനങ്ങൾ, ഇങ്ങനെയൊന്നും തരംതിരിക്കേണ്ടതായിട്ടില്ല. ദൈവവും ദൈവത്തിൻ്റെ മക്കളും ചേർന്ന ദൈവ കുടുംബം. ആ ദൈവ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിക്കത്തക്ക തരത്തിൽ അപ്പനും മക്കളും കൂടെ വട്ടം കൂടിയിരുന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ ഒരു പ്രായമായ ഈ അപ്പോസ്തലൻ താൻ മനസ്സിലാക്കിയ ദൈവത്തെ, ദൈവപുത്രനെ തൻ്റെ മക്കളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു പ്രസംഗ രൂപേണയുള്ള വളരെ സുന്ദരമായ ഒരു ലേഖനമാണ് ഈ 1 യോഹന്നാൻ്റെ ലേഖനം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത കൂട്ടായ്മയാണ്. ഇതിൻ്റെ കൂട്ടായ്മ, ദൈവത്തോട് ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഒരു ബന്ധം നമുക്ക് വേണം. കൂട്ടായ്മ എന്ന് പറഞ്ഞപ്പോൾ പിതാവിനോടും പിതാവിൻ്റെ ഭവനക്കാരോടും, പിതാവിനോട് കൂട്ടായ്മ വേണം. ആ പിതാവിൻ്റെ മക്കൾ, ആ ഭവനക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവരോടെല്ലാം കൂട്ടായ്മ വേണം. 3-4 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നതെന്ന്. പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും പരിശുദ്ധാത്മാ നിറവിൽ നാം ബന്ധപ്പെട്ട് ഒരു കൂട്ടായ്മ അനുഭവത്തിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷപൂർണ്ണത നിങ്ങൾ അറിയുവാൻ, ഞാനത് അനുഭവിച്ചു, നിങ്ങളും അത് അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഈ ലേഖനം ഞാൻ രചിച്ചത് എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ലേഖനം താഴോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 7 കാര്യങ്ങളെ താരതമ്യപ്പെടുത്തി വ്യത്യാസം കാണിക്കുന്നുണ്ട് യോഹന്നാൻ. പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ 7 താരതമ്യ പഠനങ്ങൾ, കോൺട്രാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, താരതമ്യപ്പെടുത്തി വ്യത്യാസം കാണിക്കുക. ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത് വെളിച്ചവും അന്ധകാരവും. 5-ാം വാക്യം വായിച്ചാൽ, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഇതാണ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെയുള്ള പ്രമേയം. അതായത് ദൈവം വെളിച്ചമാണ്, എന്നാൽ നമ്മളിലൊക്കെ എന്തുണ്ട്? ഇരുട്ടുണ്ട്. അല്ല, നമ്മൾ ഇരുളായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇരുട്ടിലായിരുന്നെന്നോ നിങ്ങൾ ഇരുട്ടുണ്ടായിരുന്നോ അല്ല, നിങ്ങൾ ഇരുളായിരുന്നു. യു വേർ ഡാർക്ക്നെസ് ബട്ട് ഗോഡ് ഈസ് ലൈറ്റ്. ഇത് നമ്മളിൽ ദൈവത്തിൻ്റെ ആ പ്രകാശം വന്നു കഴിയുമ്പോൾ പിന്നെ അന്ധകാരം ഒട്ടും അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇരുളും വെളിച്ചവും ഒരു പ്രധാനപ്പെട്ട താരതമ്യമാണ്. രണ്ടാമത് പിതാവായ ദൈവവും ലോകവും, അതൊരു താരതമ്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 2-17 വരെയുള്ള വാക്യങ്ങളിൽ അതാ പറയുന്നത്. 15-ാം വാക്യം മാത്രം നമുക്ക് വായിക്കുകയാണെങ്കിൽ, ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അതിന്റെ പൂർത്തീകരണം 17-ാം വാക്യത്തിലാണ് വരുന്നത്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പൊ പിതാവായ ദൈവവും ലോകവും അത് തമ്മിൽ താരതമ്യപ്പെടുന്നു. പിതാവായ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നത്, ലോകം എങ്ങനെ ഇരിക്കുന്നത്, ഇത് രണ്ടും കൂടെ ചേർന്ന് പോവുകയല്ല. ഇരുട്ടും
വെളിച്ചവും തമ്മിൽ ചേർന്ന് പോകാത്തതുപോലെ ലോകവും പിതാവായ ദൈവവും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. അതുപോലെ ക്രിസ്തുവും എതിർ ക്രിസ്തുവും, മൂന്നാമത്തെ ഒരു താരതമ്യം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 2-28 വരെയുള്ള വാക്യങ്ങളില്ല. 18-ാം വാക്യം മാത്രം വായിച്ചാൽ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ, അനേകം എതിർ ക്രിസ്തുക്കൾ, ക്രിസ്തുവും എതിർ ക്രിസ്തുവും എന്നല്ല പറഞ്ഞത്, ക്രിസ്തുവും എതിർ ക്രിസ്തുക്കളും, ക്രിസ്തുവിനെ എതിർക്കുന്ന അനേകം എതിർ ക്രിസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് യഥാർത്ഥ ക്രിസ്തുവാണോ, പ്രത്യേകിച്ച് ഈ ജ്ഞാനവാദികൾ പരിചയപ്പെടുത്തിയ യേശു ഉണ്ടല്ലോ, അത് ശരിയ യേശു അല്ല, ഇത് വേറൊരു യേശുവാണ്. ഇതിനെ തമ്മിൽ താരതമ്യപ്പെടുത്തണം. വീണ്ടും നമ്മൾ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ നന്മയും തിന്മയും, 2-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 3-24 വരെ നന്മയും തിന്മയും, അവിടെയാണ് സ്നേഹത്തിൻ്റെ പ്രസക്തി വരുന്നത്. 3-18 നാം വായിക്കുന്നത്, വാക്കിലും നാക്കിലും കൊണ്ടല്ല, പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. അപ്പം നമ്മൾ നന്മയും തിന്മയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത് പ്രവൃത്തിയിലാണ്, അല്ലാതെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും മാത്രം ഉണ്ടാകുന്നൊരു കാര്യമല്ല. വീണ്ടും മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ആത്മാവും ആത്മാക്കളും. ദൈവത്തിനൊരു ആത്മാവ് മാത്രമേ ഉള്ളൂ, എന്നാൽ പിശാചിന് ഒരുപാട് ആത്മാക്കളുണ്ട്. ആത്മാവും ആത്മാക്കളും 4-1 വായിച്ചാൽ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാവും ആത്മാക്കളും. വീണ്ടും 6-ാമതായിട്ട് സ്നേഹവും വ്യാജ സ്നേഹം അല്ലെങ്കിൽ കൃത്രിമ സ്നേഹവും. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് വരുന്നു, എന്നാൽ കൃത്രിമ സ്നേഹം, ആർട്ടിഫിഷ്യൽ ലവ് എന്ന് പറയുന്നത് ഒന്നും ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല. 4-16 നമുക്ക് വായിക്കാം. 4:16. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കും. അപ്പോൾ ദൈവത്തിൽ ഞാൻ വസിക്കുന്നു, എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ അവൻ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ അങ്ങനെ വസിക്കുന്നില്ലെങ്കിൽ നമുക്കുള്ള സ്നേഹം വ്യാജ സ്നേഹം, കൃത്രിമ സ്നേഹം. 7-ാമതായിട്ട് പുതിയ സൃഷ്ടിയും ലോകവും. ഇത് രണ്ടും തമ്മിലും കോൺട്രാസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. 5-18 പറഞ്ഞിട്ടുണ്ട്, പുതിയ സൃഷ്ടിയായി തീർന്നവൻ പാപം ചെയ്യുന്നില്ല, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് പുതിയ സൃഷ്ടിയായി തീർന്നവൻ, അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദുഷ്ടൻ തൊടുന്നില്ല, അവൻ പാപം ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വെച്ച് ഈ പുസ്തകം പഠിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് പ്രാവശ്യം യോഹന്നാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വാക്ക് യുവർ ടോക്ക്. പലതും നമ്മളിങ്ങനെ അഭിമാനിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ പറച്ചിൽ മാത്രം പോരാ. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് യാക്കോബിനെ കൂട്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും. യാക്കോബ് പറഞ്ഞിട്ടുണ്ടല്ലോ, സംസാരിച്ചാൽ മാത്രം പോരാ, സംസാരിച്ചത് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ വെറുതെ കുറേ അവകാശവാദങ്ങൾ മുഴക്കിയാൽ പോരാ, ദൈവത്തോടൊപ്പം നടക്കുന്നു എന്ന് നാം പറയുന്നതിൻ്റെ 7 ടെസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു. അപ്പൊ അതിന്റെ മുകളിലത്തെ വാക്യം ഓർക്കുന്നുണ്ടോ? ദൈവം വെളിച്ചമാണ്, അവൻ ഇരുട്ടൊട്ടുമില്ല. അപ്പൊ അങ്ങനാണെങ്കിൽ നാം ദൈവത്തോട് കൂട്ടായ്മ ഉള്ളവരാണെന്ന് പറയുകയും നമ്മളിൽ ഇരുട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ബോഷ്ക്ക് പറയുന്നു, യു ആർ നോട്ട് വാക്കിംഗ് യുവർ ടോക്ക്. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവൻ അല്ല. 8-ാം വാക്യം, നമുക്ക് പാപം ഇല്ല. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെ. എനിക്ക് പാപം ഇല്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ എന്താ ചെയ്യേണ്ടത്? പാപങ്ങളുണ്ട്, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. 10-ാം വാക്യം, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് പാപത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും, പക്ഷേ പാപത്തെ മൂടി വെക്കരുത്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതാണ് അവിടെ. നമ്മൾ പറയുന്നത് ചെയ്യുന്നവരായിരിക്കണം, അല്ല ചുമ്മാതെ പറഞ്ഞാൽ മാത്രം പോരാ. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ നടന്നതുപോലെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നടക്കണം. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. അപ്പോൾ ഒത്തിരി കള്ളന്മാരെ ഇവിടെ പുറത്തു കൊണ്ടിരുന്നുണ്ട് യോഹന്നാൻ, അല്ലേ? അപ്പോൾ ഇവിടെ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല, അവൻ നടന്നതുപോലെ നടക്കുന്നില്ലെങ്കിൽ
തീർച്ചയായിട്ടും കള്ളത്തരമാണ്. 6-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, കള്ളത്തരമുണ്ട്. യു ആർ നോട്ട് വാക്കിംഗ് യുവർ ടോക്ക് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. 2:9 വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്താൽ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. 4:20 പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അപ്പൊ ഇങ്ങനെ ഒത്തിരി കൗണ്ടർ ഫീറ്റുകൾ, ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള കൗണ്ടർ ഫീറ്റുകൾ യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട്. വ്യാജ കൂട്ടായ്മ, അതാണ് ഒന്നാമത് കണ്ടത്. വ്യാജ വിശുദ്ധി, അതാണ് രണ്ടാമത് കണ്ടത്. വ്യാജ നീതി, വ്യാജ ശിഷ്യന്മാർ, വ്യാജമായിട്ടുള്ള ജീവിതശൈലി, വ്യാജമായിട്ടുള്ള ആത്മീയത, വ്യാജമായിട്ടുള്ള സംസാരം, ഇതെല്ലാം യോഹന്നാൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാം പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം. ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. എങ്കിലും സൂചിപ്പിച്ച് വിടട്ടെ. സ്നേഹത്തെക്കുറിച്ച് പഠിക്കുവാൻ, പാപത്തെക്കുറിച്ച് പഠിക്കുവാൻ, പുതുജന്മത്തെക്കുറിച്ച് പഠിക്കുവാൻ ഒക്കെ ടോപ്പിക്കൽ സ്റ്റഡി നടത്തുവാൻ കൊള്ളാവുന്നൊരു പുസ്തകമാണ് ഈ ചെറിയ ലേഖനം. ഈ ലേഖനത്തിന് ആകെ 5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. പലതരത്തിൽ വിഭജിക്കാം, പഠനത്തിനായിട്ട് പലതരത്തിൽ വിഭജിക്കാം. ഏറ്റവും എളുപ്പമുള്ളൊരു വിഭജനം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2-ന്റെ 2 വരെ, 2-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 4-ന്റെ 21 വരെ, പിന്നെ 5-ാം അധ്യായം, അങ്ങനെ 3ആയിട്ട് തിരിക്കാം. അപ്പോൾ നമ്മളതിന് കൊടുക്കേണ്ട തലക്കെട്ടെന്ന് പറഞ്ഞാൽ 1-ന്റെ 1 മുതൽ 2-ന്റെ 2 വരെ, 1-ന്റെ 1 മുതൽ 2-ന്റെ 2 വരെ ദൈവം വെളിച്ചമാകുന്നു എന്നതാണ് അവിടുത്തെ വിഷയം. ദൈവം വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ നാം വെളിച്ചത്തിൽ നടക്കണം. അപ്പോൾ പാപം ചെയ്യാൻ പാടില്ല. വെളിച്ചത്തിൽ നടക്കുന്നവർ പാപം ചെയ്യത്തില്ല. പാപം എപ്പോഴും ഇരുട്ടിനെയാണ്, അല്ലെങ്കിൽ ഇരുട്ട് പാപത്തെയാണ് കാണിക്കുന്നത്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യേശുവിൻ്റെ പക്ഷപാത ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ കാര്യസ്ഥത, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വിധേയപ്പെട്ടിട്ട് ഞാൻ പാപം ചെയ്തിട്ടില്ല, എനിക്ക് പാപം ഇല്ല എന്ന് പറയുകയല്ല വേണ്ടത്. അത് കർത്താവായ യേശു ക്രിസ്തു പരിഹരിക്കാൻ മതിയായവനാണ്. അവൻ പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്, അവൻ എന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അവനോട് അടുത്ത് ചെന്നിട്ട് കർത്താവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് വിനയാന്വിതനായിട്ട് മുന്നോട്ട് പോകുക. 2-ാമത്തെ ഭാഗം 2-ന്റെ 3 മുതൽ 4:21 വരെ ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സ്നേഹത്തിൽ നടക്കണം, അന്യോന്യം കൂട്ടായ്മ ആചരിക്കണം, സ്നേഹവും ജീവിതവും ഒരുമിച്ചാകണം. ലവിങ് ആൻഡ് ലിവിങ് ടുഗദർ. നമുക്ക് സ്നേഹവും ജീവിതവും ഒരുമിച്ച് പോകണം, അല്ലാതെ ഓരോ വാക്കും നാക്കും കൊണ്ട് മാത്രമല്ല. പിന്നെ വിശ്വാസിയുടെ 2 പ്രകൃതങ്ങൾ തിരിച്ചറിയാൻ. ഈ സ്നേഹത്തിലൊക്കെ ഒത്തിരി വ്യാജം ഉള്ളതുകൊണ്ട്, ജഡത്തിൽ നിന്ന് വരുന്ന സ്നേഹം, ആത്മാവിൽ നിന്ന് വരുന്ന സ്നേഹം. ദുരുപദേഷ്ടാക്കന്മാർ നമ്മളെ വഴിതെറ്റിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഈ 2-ാം ഭാഗത്തുണ്ട്. 5-ാം അധ്യായത്തിൽ ദൈവം ജീവനാകുന്നു. അപ്പോൾ 3 കാര്യങ്ങളുടെ വെളിച്ചത്തിലായി ഇങ്ങനെ പഠിക്കുന്നത്. ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം ജീവനാകുന്നു. ദൈവം ജീവനാണെങ്കിൽ നാം ലോകത്തിൻ്റെ മേൽ ജയമെടുക്കണം. നമുക്ക് രക്ഷാനിർണയം ഉണ്ടായിരിക്കണം. ആ രക്ഷയുടെ അനുഭവത്തിൽ മാത്രമാണ് നാം സഞ്ചരിക്കേണ്ടത്. ഇങ്ങനെ പഠിക്കാം, അല്ലാതെ വേറെ പലതരത്തിലും പഠിക്കാം. അതുകൊണ്ട് എല്ലാ തരങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1-2 അധ്യായങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്നുകൂടെ പറയട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ജീസസ് ഈസ് റിയൽ. യേശു യഥാർത്ഥവാനാണ്, അല്ലേ? ഞങ്ങൾ അവനെ കണ്ടു, അവനെ കേട്ടു, അവനെ തൊട്ടു, അവനെ അനുഭവിച്ചു, അവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി എന്ന് എടുത്തു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയത്, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്നുള്ളത് യോഹന്നാനോട് ചോദിച്ചാൽ 5 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. വൈ ദിസ് ബുക്ക് ഈസ് റിട്ടൺ എന്ന് ചോദിച്ചാൽ 5 reasons ദാറ്റ് ജോൺ ഹിംസെൽഫ് സൈറ്റ്സ്. അദ്ദേഹം തന്നെ 5 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 1-ന്റെ 3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഐ എം റൈറ്റിംഗ് ദിസ് ദാറ്റ് വി മേ ഹാവ് ഫെലോഷിപ്പ്. നമുക്ക് കൂട്ടായ്മ, ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ കാര്യത്തിൽ ഒരു കൂട്ടായ്മ, ഐക്യത ഉണ്ടാകും. അതിനാണ് ഇത് എഴുതുന്നത്. രണ്ടാമത് 4-ാം വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനായിട്ട്. ഐ എം റൈറ്റിംഗ് ദിസ് ദാറ്റ് അവർ ജോയ് മേ ബി ഫുൾ
4-ാം വാക്യം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. കൂട്ടായ്മ ഉണ്ടാകുവാൻ, സന്തോഷം പൂർണ്ണമാകുവാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. കണ്ടോ, ഞാനിത് എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതുന്നു? നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകുവാൻ, നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമായിട്ട് ലഭിക്കുവാൻ. 3, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ, ദാറ്റ് വി മേ നോട്ട് സിൻ. അത് കഴിഞ്ഞിട്ട് 2:26 പറഞ്ഞു, നിങ്ങൾ തെറ്റിപ്പോകാതെ ഇരുപ്പാൻ, ദാറ്റ് യു മേ നോട്ട് ഗോ റോങ്, ഡിസീവ്ഡ്, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത്. ഈ ലോകത്തിൽ നമ്മൾ തെറ്റിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെട്ട് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. എന്നിട്ട് 5:13 പറഞ്ഞു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. 5:13 നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 5 കാരണങ്ങളാലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നമുക്ക് കൂട്ടായ്മയുണ്ടെന്ന് അറിയാൻ, സന്തോഷം പൂർണ്ണമാകുവാൻ, പാപം ചെയ്യാതിരിപ്പാൻ, നമ്മൾ വഞ്ചിക്കപ്പെട്ട് തെറ്റിപ്പോകാതിരിപ്പാൻ, നമ്മളെ തെറ്റിക്കുന്നവരെ ഓർത്ത് നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അതേക്കുറിച്ച് ഒരിക്കലും സംശയം നമ്മുടെ ഉള്ളിൽ വരാൻ പാടില്ല. that you should know that you have eternal life, assurance of salvation, രക്ഷാനിർണയം ഉണ്ടാകാനായിട്ട്. ഈ 5 കാരണങ്ങളാലാണ് ഈ കണ്ടും കേട്ടുമുള്ള കാര്യങ്ങൾ യോഹന്നാൻ മറ്റുള്ളവരെ, നമ്മളെയും അറിയിച്ചത്. മറ്റുള്ളവരെ മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എല്ലാ ക്രിസ്ത്യാനികൾക്കുമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ബാധകമാണ്, നമുക്കും ഈ അനുഭവങ്ങൾ വേണം. 1:5 മുതൽ 2:6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് വിശദീകരിക്കുന്നത്, വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്. അതായത് പറയുന്നത് പ്രവർത്തിക്കണം. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് കീ. അവൻ നടന്നതുപോലെ നടക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകും. മനസ്സിലായോ? അവൻ എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു, ഞാൻ അവനെ രക്ഷകനായി സ്വീകരിച്ചു എന്നൊക്കെ ചുമ്മാതെ പറഞ്ഞാൽ പോരാ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണം. അപ്പം അങ്ങനെ എന്താ അവൻ നടന്നതുപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പാപരഹിതനായിട്ട് നടന്നു. അവൻ്റെ പ്രത്യേകത എന്താണ്? ഹി വാസ് വിതൗട്ട് സിൻ. യേശുവിൻ്റെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, എനിക്ക് തോന്നുന്നു അവൻ നടന്നതുപോലെ നടക്കണമെന്ന് പറയുമ്പോൾ കൈ പിടിച്ച് സൗഖ്യമാക്കാൻ ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നു. ചിലർ അനുഗ്രഹിക്കാൻ ചിലർ നടക്കുകയാണെന്ന് തോന്നുന്നല്ലേ. ചിലർ ശാപം മുറിക്കാൻ നടക്കുകയാണ്. കാരണം അവൻ നടന്നതുപോലെ. അവനിങ്ങനെ അല്ല, അവൻ നടന്നത് അങ്ങനല്ല. അവൻ നടന്നത് ഈ പാപപങ്കിലമായ ലോകത്തിൽ പാപരഹിതനായിട്ട് നടന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവനിൽ പാപം ഒട്ടും, അവനിൽ ഇരുട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നല്ലേ നമ്മൾ വായിച്ചത്. അവൻ വെളിച്ചമായിരുന്നു. ഹി വാസ് ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് ഹി ഹിംസെൽഫ് വാസ് ലൈറ്റ്. ദെർ വാസ് നോ ഡാർക്ക്നെസ് ഇൻ ഹിം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നാം നയിക്കണം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു കാര്യം പ്രധാനമായിട്ട് പഠിച്ചത്. പല ആളുകളും പാപത്തെ മൂടി വയ്ക്കുന്നു. എന്നാൽ നമുക്ക് പാപത്തെ ഏറ്റുപറയാം, പാപത്തെ ജയിക്കാം. യു ക്യാൻ കവർ യുവർ സിൻസ്, യു ക്യാൻ കൺഫസ് യുവർ സിൻസ് ആൻഡ് യു ക്യാൻ കോൺകർ യുവർ സിൻസ്. നമ്മളെങ്ങനെ ജീവിക്കേണ്ടത്? കൺഫസ് ആൻഡ് കോൺകർ അവർ സിൻസ് ആൻഡ് വാക്ക് എ വിക്ടോറിയസ് ലൈഫ് ഓവർ സിൻ. പാപത്തെ ജയിക്കുന്ന ഒരു ജീവിതം. അതിന് 5-ാം വാക്യം വളരെ കീ ആണ്. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനിൽ ഇരുട്ട് ഒട്ടുമില്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? 7-ാം വാക്യത്തിൽ പറഞ്ഞു, നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പം അവൻ വെളിച്ചമാണെങ്കിൽ നാം വെളിച്ചത്തിൽ നടക്കണം. അപ്പോഴാണ് കൂട്ടായ്മ. അപ്പോൾ നമ്മളിലുള്ള ഇരുട്ട് പ്രത്യക്ഷപ്പെട്ട് വരുമ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പോൾ കരുണ ലഭിക്കും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമുക്ക് കർത്താവ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവൻ നടന്നതുപോലെ നടക്കണമെന്ന് പറഞ്ഞാൽ പാപരഹിതമായ ഒരു ജീവിതം നയിക്കണം എന്നാണ് അർത്ഥം. എന്നിട്ട് അത് തെളിഞ്ഞ് വെളിപ്പെട്ട് വരുന്നത് എങ്ങനെയാണെന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയതാണ്, എന്നാൽ പുതിയതായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സംതിങ് ഓൾഡ് ബട്ട് സംതിങ് ന്യൂ. എന്താണത്? 7-ാം വാക്യമാണ് എൻ്റെ കീ. 2:7. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അതെന്താണ് ആ പുതിയതും പഴയതുമായ കൽപ്പന? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ലേവ്യ പുസ്തകത്തിൽ കൽപ്പനയൊക്കെ കൊടുത്തപ്പോൾ തന്നെ 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞിരുന്നതാണ് പഴയ നിയമത്തിൽ. എന്ത്? അല്ലാതെ പുതിയ നിയമത്തിൽ യേശു ആദ്യമായിട്ട് പറഞ്ഞതല്ല കൂട്ടുകാരനെ സ്നേഹിക്കണം, തമ്മിൽ സ്നേഹിക്കണമെന്ന്. വേണമെങ്കിൽ ലേവ്യ 19:18 നമുക്കൊന്ന് വായിക്കാം. ഇത് പണ്ടേ പറഞ്ഞതാണോ
പലർക്കും ഒരു ധാരണ, പണ്ടൊന്നും പറഞ്ഞിട്ടില്ല, പണ്ടത്തെ ദൈവം ഭയങ്കര ക്രൂരനായിരുന്നു, പുതിയ നിയമത്തിലാണ് ദൈവം സ്നേഹമുള്ളവനായെന്നാണ്. അല്ല. 19:18 ലേവ്യ. പ്രതികാരം ചെയ്യരുത്, പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പഴയ കൽപ്പനയാണ്. എന്നാൽ യേശു പുതിയതായിട്ട് ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ജോൺ 13:34 അല്ലേ, യോഹന്നാൻ 13:34. അപ്പൊ അതുകൊണ്ട് പഴയതും പുതിയതുമായിട്ടുള്ള ഈ കൽപ്പന എന്താണ്? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എന്താ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, സഹോദരനെ സ്നേഹിക്കുന്നവനാണ് വെളിച്ചത്തിൽ വസിക്കുന്നത്. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. അപ്പൊ സഹോദരനെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് ഇടറുന്നത്. അപ്പോഴാണ് നമ്മൾ പാപത്തിൽ വീഴുന്നത്. യഥാർത്ഥ പാപരഹിത ജീവിതം നയിക്കുന്ന ആള് സഹോദരനെ സ്നേഹിക്കും. അതാണ് വെളിച്ചത്തിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അതാണ് ഈ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെ പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാത്തിനെയും അങ്ങ് സ്നേഹിച്ചേക്കാം. ഇല്ല, അങ്ങനെയല്ല. ദൈവം വെറുക്കുന്ന സ്നേഹമുണ്ട്. മനസ്സിലായോ? ദൈവം വെറുക്കുന്നു, അങ്ങനെയുണ്ടോ? പിന്നെ അങ്ങനെ ഉണ്ട്. എന്താ? 2:15 പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ദൈവം വെറുക്കുന്നു. ഗോഡ് ഹേറ്റ്സ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതെങ്ങനെ വരുന്നതെന്ന് 16-ാം വാക്യത്തിൽ പറഞ്ഞു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. അതിനെന്ത് സംഭവിക്കും? 17-ാം വാക്യത്തിൽ പറഞ്ഞു, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. നമ്മൾ ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെ നമ്മളും വെറുക്കണം. 2:18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം സത്യം അനുസരിക്കുന്നില്ലെങ്കിൽ പ്രത്യാഘാതം, ട്രൂത്ത് ഓർ കോൺസിക്വൻസസ്, നമ്മളിങ്ങനെ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. നമ്മൾ സത്യം അനുസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, എനിക്ക് തൃശ്ശൂർക്ക് പോകണം, ഞാൻ കോട്ടയം റോഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ തൃശ്ശൂർ എത്തുമോ? ഒരിക്കലും എത്തുകയില്ല. അതിൻ്റെ കോൺസിക്വൻസ്, സമയം നഷ്ടപ്പെട്ടു, പെട്രോൾ നഷ്ടപ്പെട്ടു, ടെറൻ വേറുണ്ടായി, മാനഹാനി, ഇതെല്ലാം. അപ്പം ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ട്രൂത്ത്, അതിന് പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥ ക്രിസ്തുവിനെ അല്ല അനുഗമിക്കുന്നതെങ്കിൽ, എതിർ ക്രിസ്തുക്കളെയാണ് പിൻപറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം ലജ്ജിച്ചു പോകും. 2:28 പറഞ്ഞു, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. നാം അവിടെ പഠിച്ച 3 വാക്കുകൾ ഓർക്കുക. അബൈഡ്, അപ്പിയർ, അഷെയിംഡ്. മനസ്സിലായോ? അവനിൽ വസിക്കണം. അവനിൽ വസിച്ചാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിച്ചു പോവുകയില്ല. അബൈഡ് ഇൻ ഹിം സോ ദാറ്റ് വെൻ ഹി അപ്പിയേഴ്സ് യു വിൽ നോട്ട് ബി അഷെയിംഡ്. അതുകൊണ്ട് ഈ വാക്കുകൾ പ്രത്യേകം ഓർത്തിരിക്കുക. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 4-6 വരെ വ്യാജന്മാരെയും അഭിനേതാക്കളെയും ഒക്കെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, നാം ദൈവമക്കൾ, കാൺമീൻ നാം ദൈവമക്കൾ. എങ്ങനെയാണ് പിതാവിൻ്റെ ആ സ്നേഹം വെളിപ്പെട്ടതെന്ന് ചോദിച്ചാൽ, പുത്രനെ നമുക്ക് പകരം മരിക്കാൻ അയച്ചത് വഴിയാണ്. പുത്രൻ എന്ത് ചെയ്തു? അവൻ നമുക്ക് പകരം മരിച്ചു, എന്നിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു. ഈ പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മളിൽ വസിക്കുന്നു. അങ്ങനെ ആണ്, കണ്ടോ, പിതാവ് പദ്ധതിയിട്ടു, പുത്രൻ നടപടിയാക്കി, പരിശുദ്ധാത്മാവ് നമുക്കത് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെയാണ് നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് ജനിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും, ഈ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കോ വന്നിരിക്കുന്ന എല്ലാ ആളുകളും ഒന്നും അങ്ങനെ ജനിച്ചവരല്ല എന്ന് 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും. 2 തരം മക്കളുണ്ട്. 2 പേരും പ്രാർത്ഥനയ്ക്ക് വരും കേട്ടോ. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നവരെല്ലാം ദൈവമക്കളാണെന്ന് വിചാരിക്കരുത്. വായിച്ചാട്ടെ. ദൈവത്തിന്റെ മക്കൾ ആരെന്നും ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പൊ 2 തരം മക്കളുണ്ട് ലോകത്തിൽ. ദൈവത്തിന്റെ മക്കളും ഉണ്ട്, പിശാചിന്റെ. എങ്ങനെ തിരിച്ചറിയുന്നത്? ഒരു 7 ടെസ്റ്റുകൾ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. 2:29 നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 3:9 വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. 3:9. അപ്പൊ നീതി ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ ലക്ഷണമാണ്. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാപം ചെയ്യുന്നില്ല. 3:14 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സഹോദരനെ സ്നേഹിക്കും. പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ല, മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. അതാണല്ലോ ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ ലക്ഷണം. 4-മതായിട്ട് 3:13 പറഞ്ഞു,
ലോകം നിങ്ങളെ പകയ്ക്കും. കണ്ടോ, നമ്മൾ ദൈവത്തിൽ ജനിച്ച മക്കളാണെങ്കിൽ ലോകം നമുക്ക് അനുകൂലമായിരിക്കുകയില്ല. ബിക്കോസ് ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞേക്കുന്ന ലോകം നിങ്ങളെ പകയ്ക്കും. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. 4:7 പറഞ്ഞു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 5:4 പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെ ലോകത്തെ ജയിക്കുന്നു. 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ മറ്റൊരു ലക്ഷണമാണ് ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എന്നിട്ട് 5:18 പറഞ്ഞു, തന്നെത്താൻ സൂക്ഷിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ലെന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങളുണ്ട്. നീതി ചെയ്യുന്നവൻ, പാപം ചെയ്യാത്തവൻ, സഹോദരന്മാരെ സ്നേഹിക്കുന്നവൻ. ലോകം നമ്മളെ പകയ്ക്കുന്നുണ്ടാകാം, എന്നാൽ നാം അതൊന്നും കണക്കാക്കുന്നില്ല. സ്നേഹിക്കുന്നവരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ ജയിക്കുന്നു, തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഇങ്ങനെ ആരാണ് ദൈവത്തിൻ്റെ മക്കൾ, ആരാണ് പിശാചിൻ്റെ മക്കൾ എന്നുള്ള തിരിച്ചറിയാനുള്ള പാരാമീറ്റേഴ്സും അതിനുള്ള മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 3-ാം അധ്യായത്തിൽ 11 മുതൽ 3:11-24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം മരണത്തിലാണ് വസിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. 3:14-18 വാക്യങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അപ്പൊ എന്താണ് ഈ സ്നേഹം? എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? 18-ാം വാക്യത്തിൽ പറഞ്ഞു, വാക്കിലും നാക്കിലും അല്ല. കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാക്കിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. എന്നിട്ടാണ് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുന്നത്. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യണം എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4:7 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യോഹന്നാൻ നമ്മളെ സ്നേഹത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് 7-8 വാക്യങ്ങളിൽ പറഞ്ഞു, ദൈവം സ്നേഹം തന്നെ. വായിച്ചാട്ടെ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വീണ്ടും. അതുകൊണ്ട് ഈ ദൈവം സ്നേഹം തന്നെയാണെങ്കിൽ ദൈവം എന്ത് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞു, തൻ്റെ പുത്രനെ അയച്ചു. എന്തിന്? നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അതാണ് സാക്ഷാൽ സ്നേഹം. 4:10. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സ്നേഹം, സാക്ഷാൽ സ്നേഹമാണ്. അതാണ് സാക്ഷാൽ സ്നേഹം. എന്നിട്ട് ഇപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു? 4:12 പറഞ്ഞു, ദൈവം നമ്മിൽ വസിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ഹയർ ലെവൽ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു. അപ്പൊ ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായവിധി ദിവസത്തിൽ ധൈര്യമുണ്ടാകും. അങ്ങനെ ധൈര്യം ഉണ്ടാകുവാൻ ഈ സ്നേഹം നമ്മിൽ തികയേണ്ടതാണ്. അത് 4:17 പറഞ്ഞിട്ടുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ന്യായവിധി ദിവസം നമുക്ക് കൊണ്ട് ഒന്നും കാരണം ദൈവത്തോട് അത്ര സ്നേഹമാണ്, അത്ര അടുപ്പത്തിലാണ് ജീവിക്കുന്നത്. നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് പാപത്തിൻ്റെ ലാഞ്ചനയില്ല. സോ ധൈര്യമായിട്ട്, അത് തന്നെയാണ് 2:29 പറഞ്ഞത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ധൈര്യം, നാം ലജ്ജിച്ചു പോകുന്നില്ല. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് പറയുന്നത്, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. അവൻ്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. കാരണം നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതൊക്കെയും ലോകത്തെ ജയിക്കും. എന്ത് വിശ്വസിക്കണം? യേശു ദൈവപുത്രൻ. എന്നിട്ട് ഈ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഇത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്, ഓർക്കുക. യു ഷുഡ് നോ ഫോർ ഷുവർ. ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? 1, യേശു ദൈവമാണ്. 2, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. 3, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. 5:14 നമുക്കൊന്ന് വായിക്കാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതുപോലെ 4-മതായിട്ട് വിശ്വാസികൾ പാപത്തിൽ തുടരുന്നില്ല. 5:18 അവർ തന്നെത്താൻ സൂക്ഷിക്കും. എന്നിട്ട് ഫൈനലായിട്ട് പറഞ്ഞു, ക്രിസ്തീയ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. യേശുക്രിസ്തു യഥാർത്ഥവാനാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുള്ള ജീവിതം യഥാർത്ഥ. ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. യേശു ദൈവമാണ്, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, വിശ്വാസികൾക്ക് ഒരിക്കലും പാപജീവിതത്തിൽ തുടരാനൊക്കുകയില്ല, ക്രിസ്തീയ ജീവിതം ആണ് യഥാർത്ഥ ജീവിതം. 5-ാം അധ്യായത്തിൻ്റെ
20-21 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ആ വാക്യത്തിലുള്ളത് ഓർക്കണം. 1, ദൈവത്തെ അറിയാൻ നമുക്ക് ദൈവം വിവേകം തന്നിട്ടുണ്ട്. ആ വിവേകം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിക്കും. വിഗ്രഹങ്ങൾ, ഈ ജ്ഞാനവാദം തന്നെ ഒരു വിഗ്രഹമാണ്. അങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങൾക്കൊരു ഷേപ്പ് ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല. ആശയങ്ങൾ വിഗ്രഹങ്ങളാകാം, ആളുകൾ വിഗ്രഹങ്ങളാകാം, സഭകൾ വിഗ്രഹങ്ങളാകാം. അതുകൊണ്ട് അറിയുക, ദൈവത്തെ അറിയാൻ വിവേകം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവാണ് സത്യദൈവം, നിത്യജീവൻ. ബാക്കിയെല്ലാം വിഗ്രഹങ്ങളാണ്. പ്രിയമുള്ളവരെ, വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ. നമുക്ക് ആ വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കുഞ്ഞുങ്ങളെ, വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഈ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ഈ പഠനം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ശക്തീകരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.